ചക്കയും കൂടി പഴുത്തിട്ടുണ്ട്. അത് പൊട്ടിക്കാം. തവണത്തെ ചക്കകളൊക്കെ കഴിഞ്ഞ് ഇതാണ് ലാസ്റ്റ് ചക്ക. നല്ല മണം വരുന്നുണ്ട്. ഞാനൊരു 2 മാസം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിന് ഒരു സർജറി ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. അത് കാരണം ഈ പഴച്ചെടികളൊക്കെ കാട് പിടിച്ച പോലെയായി. മാതളം നോക്കിയേ, നിറച്ച് പൂവിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ പൂവുണ്ട്. ഇവിടെ ഒരു മാതളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നിറച്ച് പൂവുണ്ട്. കുറേ മുട്ടുകളുണ്ട് കേട്ടോ. അതുപോലൊക്കെ ഓരോ വള്ളികളൊക്കെ പടർന്ന് പിടിച്ച് നോക്കാണ്ട്. ഈ പേരൊക്കെ നോക്കിയാൽ കാട് പിടിച്ച പോലെ. ഇതൊക്കെ പ്രൂൺ ചെയ്യണം. മോളിലേക്ക് പടർത്താൻ വെച്ച മുന്തിരിയാണ് പടർന്നത് എങ്ങനെ പോയി, പല വഴിക്ക് പോയിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ കയറൊക്കെ കെട്ടിക്കൊടുത്ത് മോളിലേക്ക് പടർത്തണം. ജയത്തേട്ടി പ്ലാവിൻ്റെ മുകളിൽ അപ്പുറത്തുനിന്നുള്ള കാട്ടുവള്ളികളൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട്. ആർട്ട് വീട്ടിൻ്റെ പുതിയ പൊടിപ്പ് വന്നതൊക്കെ കരിഞ്ഞു പോയി. വെറും കമ്പ് മാത്രമായിട്ട് നിൽക്കുകയാണ്. നെല്ലൊക്കെ പ്രൂൺ ചെയ്യണം. ആകെ ചാഞ്ഞു കെടുക്കണം. മഴ പെയ്തിട്ടേ കൊമ്പുകൾ കൂടുതലാകുമ്പോൾ ഭാരം താങ്ങാൻ പറ്റാണ്ട്. VNR പേരയ്ക്ക 2 ഉണ്ടായിട്ടുണ്ട്. വലുതായി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ സീതപ്പഴം ഇതുമ്മേലെ ഒരു 5-10 കായ ഉണ്ടായിട്ടുണ്ട്. ചെറുതാണ്, വിരിഞ്ഞു വന്നിട്ടുള്ളൂ. ഉണ്ടാ സീതപ്പഴത്തിൻ്റെ കായ ഉണ്ടാ, ചെറുതായിട്ടുള്ളൂ. 5-10 ഉണ്ട്. പേരകളൊക്കെ മുട്ടിട്ട് വരുന്നുണ്ട്. ഇത് സാധാ സപ്പോർട്ടിന് അതുമ്പോൾ നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. ചാമ്പകളും പ്ലാവും മാവും ഒക്കെ കാട് പിടിച്ച് നിൽക്കുന്നു. എല്ലാം പ്രൂൺ ചെയ്യണം ഇനി. പ്രിക്കോസി ജബോട്ടിക്കാബ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. കായ്ക്കാറായിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പഴത്തോട്ടത്തിലെ വിശേഷങ്ങൾ. ഇനി പഴത്തോട്ടം മൊത്തം പ്രൂൺ ചെയ്യണം. ചക്ക കുറേ പ്രാവശ്യം മുറിക്കുന്നു. എന്നാലും ചക്ക മുറിക്കുന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും മുറിക്കട്ടെ. ചക്ക എത്ര നമുക്ക് കിട്ടിയാലും മതിയാവൂലല്ലോ. നല്ല സൂപ്പർ ചക്ക. എന്താ പെത്തവണത്തെ ചക്ക കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉണ്ടാവും ഈ വിയറ്റ്നാം സൂപ്പറിൽ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ചക്ക വിരിയുമല്ലോ.